എൻ്റെ പേര് ദേവതീർത്ഥ. ഞാൻ MPS GVHSS വെള്ളിക്കോത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നിവിടെ ശ്രീധരൻ മാഷ് നമുക്ക് ക്ലാസ് എടുത്തു തന്നപ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും നമ്മളെ ജീവിതത്തിലെ സമയം എല്ലാവരും അത് കൃത്യമായ രീതിയിൽ ചെലവഴിക്കേണ്ടതിനെ കുറിച്ചിട്ടില്ല, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ഭാവി. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ജീവിതം എങ്ങനെയാവണം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ ഈ ക്ലാസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ എങ്ങനെ പരിശ്രമിക്കണം, നമ്മൾ ഓരോ കാര്യങ്ങളും സമയം കൃത്യമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം, സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഓരോ ദിവസവും കടന്നു പോകാൻ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ക്ലാസ് വളരെയധികം ആസ്വദിച്ചു. എന്റെ പേര് ആര്യ തേജസ്, MPS GVHSS വെള്ളിക്കോത്ത് നിന്നാണ് വരുന്നത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ശ്രീധരൻ മാഷ് നമുക്ക് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. നല്ല കണ്ണിൽ നല്ലതേ കാണാവൂ, ചെവിയിൽ നല്ലതേ കേൾക്കാവൂ. ഓരോ 8 മണിക്കൂറിൽ പഠിക്കുക, 8 മണിക്കൂർ ഉറങ്ങുക, 8 മണിക്കൂർ മറ്റുള്ള ഒക്കെ ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രീധരൻ പകർത്തി തന്നിട്ടുണ്ട്. ശ്രേയ, ഞാൻ വെള്ളിക്കോത്ത് സ്കൂളിൽ നിന്നിരുന്നു. ശ്രീധരൻ മാഷ് പറഞ്ഞതിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് സമയത്തെ കുറിച്ചാണ്. ഓരോ സമയം അതിൻ്റെതായ മൂല്യമുണ്ട്. വെറുതെ ചിലവഴിച്ച് കളയാൻ മാത്രമായിട്ടല്ല ഓരോ സമയം. ഓരോ സമയത്തിനും നമ്മൾ അതിൻ്റെതായ വില കൽപ്പിക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. GVHSS വെള്ളിക്കോത്ത് സ്കൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അലോക്. ശ്രീധരൻ മാഷ് എടുത്ത ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പോയ പാട് തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയിരുന്നു. അതിനോടൊപ്പം മാഷ് കുറേ ക്ലാസ് എടുത്തു. അതൊക്കെ നല്ല അനുഭവമായിരുന്നു. ശ്രീധരൻ മാഷ് പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി അറിവ് വന്നത്. ഇനി മുതൽ ഞാൻ രാത്രി എല്ലാ ദിവസവും 3 മണിക്കൂർ പഠിക്കും. ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ അച്ചടക്കത്തോടെ കേൾക്കും. പിന്നെ മാഷ് കുറേ ഗെയിം കളിപ്പിച്ചു. റോക്കറ്റ് ഉണ്ടാക്കി ഒരു വട്ടം വരച്ചു, അതിലേക്ക് ഇടാൻ പറഞ്ഞു. എൻ്റെത് പുറത്ത് പോയി കുറച്ച് പേരിട്ടു അതിലേക്ക്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല ഭക്ഷണമായിരുന്നു. മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ്, അതുപോലെ ഗ്രീൻ പോലീസ് എന്ന ശുചിത്വ സേനയുമായി ബന്ധപ്പെട്ട് കുട്ടികളെയാണ് നമ്മൾ ഇന്ന് ഈ സ്കൂളിന്റെ ഒരു യാത്രയുടെ പ്രകൃതി പ്രവർത്തനങ്ങളുമായിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ മുൻപ് തന്നെ പല സ്കൂളുകളിൽ നിന്നായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, കുട്ടികളോടൊപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യവും വെള്ളിക്കോത്ത് സ്കൂളിലെ കുട്ടികളുമായി വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കൂടാതെ ഇവിടുന്ന് ശ്രീധരൻ മാഷ് കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സുകൾ കുട്ടികളുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ പരിസ്ഥിതി സ്നേഹവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രീധരൻ മാഷ് എടുക്കുന്ന ക്ലാസ് വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ ആ മാനസികമായിട്ടുള്ള വളർച്ചക്കൊക്കെ പ്രേരകമാകുന്ന ഒരു ഘടകമാണ്. പിന്നെ അതുപോലെ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ മാഡം നമ്മളെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട്, സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ ഈ രീതിയിലേക്ക് ഒരു ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനോട് വളരെയധികം യോജിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ വേണ്ടി സാധിച്ചു. പ്രത്യേകം ഈ ആനന്ദാശ്രമത്തിന്റെ പ്രത്യേകം മാഡത്തിനോടും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം തരുന്ന കാര്യത്തിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കുട്ടികളുമായിട്ടുള്ള സന്ദർശനം. ഇനിയും ഇതുപോലെ എല്ലാ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്നും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് കവിത. ഞാൻ MPS GVHSS വെള്ളിക്കോത്ത് സ്കൂളിലെ കുട്ടികളായിട്ടാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. ആനന്ദാശ്രമത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. ഇവിടെയുള്ള സ്റ്റാഫ് വളരെ നല്ല ഒരു സ്നേഹത്തോടെയുള്ള ഒരു വരവേൽപ്പായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം നല്ലൊരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന ഉടനെ തന്നെ
ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഈ ഒരു ആനന്ദാശ്രമം ചുറ്റിക്കാണാനുള്ള അവസരവും അതുപോലെ തന്നെ ശ്രീധരൻ മാഷിൻ്റെ ഒരു നല്ലൊരു ക്ലാസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറ് എടുത്ത ക്ലാസ്സുകൾ എല്ലാവരും ചെറുപ്പ വലുപ്പമില്ലാതെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നാം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ പറ്റിയും എല്ലാം മാഷ് വളരെ വ്യക്തമായി തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായ ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഭക്ഷണം നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം തന്നെ, രുചികരമായ ഭക്ഷണമാണ് നമുക്കിവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ മാഡം ഒക്കെ ഞങ്ങളോട് വളരെ എങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നില്ല, അത്രയും നല്ലൊരു സ്നേഹത്തിലാണ്, നമുക്ക് നല്ലൊരു സഹകരണത്തോടു കൂടിയാണ് പെരുമാറിയത്. നന്ദി. എൻ്റെ പേര് രജനി. ഞാൻ വെള്ളിക്കോത്ത് സ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങൾ ഇന്ന് സ്കൂളിൽ നിന്നും എക്കോ ക്ലബിലെയും അതുപോലെ റെഡ് ക്രോസിലെയും കുട്ടികളെയും കൊണ്ട് ഇവിടെ ആനന്ദാശ്രമത്തിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിവിടെ നല്ല ഒരു സ്വീകരണമാണ് ലഭിച്ചത്. പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഉപകാരപ്രദമായ ക്ലാസ്, ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ് ആയിരുന്നു ആദ്യം. ക്ലാസ്സിൽ ഭരണഘടനയെക്കുറിച്ച്, ഇന്ന് ഭരണഘടനാ ദിനമായതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ലാസ്സാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ലഭിച്ചത്. അതിലതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് മൃദുല PR. ഞാൻ വെള്ളിക്കോത്ത് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ശാന്തതയായിരുന്നു, നല്ലൊരു സമാധാനം തോന്നി. പിന്നെ ഗാലറിയിൽ പോയിട്ട് ജീവിതത്തിലെ കുറേ മഹത്വങ്ങളായ നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ നേരെ പോയത് ശ്രീധരൻ മാഷ ക്ലാസ് വെക്കാനാണ്. മാഷ് പറഞ്ഞ ക്ലാസ് സ്കൂളിൽ നിന്നെല്ലാം കിട്ടുന്ന ക്ലാസ്സിനേക്കാളും കുറേ വ്യത്യസ്തപ്പെട്ട ക്ലാസ്സായിരുന്നു. പാഠഭാഗങ്ങളല്ലാതെ നമ്മളെ ജീവിതത്തിന് പഠിച്ചു വെക്കേണ്ട കുറേ പാഠങ്ങളും, അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ ടൈം മാനേജ്മെൻറ്റ്, അതേപോലെ കുറേ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ശ്രീധരൻ മാഷ് പറഞ്ഞു തന്നു. പിന്നെ അതേപോലെ ഇവിടുത്തെ ഗോശാലയും പശുക്കളെല്ലാം നിറഞ്ഞ് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഭക്ഷണവും നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു.